കലത്തിലെ വെള്ളത്തിലേക്ക് പപ്പായ ദാ ഇതുപോലെ ഇട്ട് നോക്കിയിട്ടുണ്ടോ? അടിപൊളിയാ. അപ്പൊ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി പപ്പായ കലത്തിലേക്ക് ഇട്ട് കൊടുത്ത് പപ്പായ മുങ്ങിക്കിടക്കാൻ അളവിൽ വെള്ളവും ഒഴിച്ച് എരിവിന് ആവശ്യത്തിന് പച്ചമുളകും ഇട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെക്കാം. പപ്പായ വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ 10-15 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും 3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഇളക്കി വഴറ്റി ഉള്ളിയും മുളകും ഒക്കെ ഒന്ന് മൂത്ത് വഴഞ്ഞു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് ഇനി ഇത് ചൂടാറിയതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതാ ഇതുപോലെ നരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ പപ്പായൊക്കെ ഇതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച 1/4 ഗ്ലാസ് പരിപ്പും ചേർത്ത് കൊടുത്ത് അരച്ച് വെച്ച ഉള്ളിയും മുളകും പേസ്റ്റും ചേർത്ത് മിക്സിയുടെ ജാറ് കഴുകി ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഈ സമയം ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പും ചേർത്ത് ചെറു തീയിലിട്ട് ഒരു 5 മിനിറ്റോടെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് തീ ഓഫ് ചെയ്യാം. ഇനി ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ പപ്പായ പുളിങ്കറി റെഡി. തേങ്ങയുടെയൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു വില വെച്ച് നമ്മുടെ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണല്ലേ. അപ്പോൾ എങ്ങനെ ഒന്ന് ട്രൈ ചെയ്യല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.